പൂജനീയ ഭക്തജനങ്ങളെ, ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ദേവചൈതന്യത്തിന്റെയും മൂർത്തിമത് ഭാവമായി ഈ നാടിന്റെ സർവ്വവിധ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതനായി വാണരുളുന്ന കഴക്കൂട്ടം വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായി പ്രായച്ചിത്ത പരിഹാര പൂജകൾ 2025 ഡിസംബർ 25 വ്യാഴാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം 5-ന് നട തുറക്കൽ, വൈകുന്നേരം 5:15-ന് അഘോരഹോമം, വൈകുന്നേരം 6-ന് സുദർശന ഹോമം, വൈകുന്നേരം 7-ന് ഭദ്രകാളി പൂജ. പ്രായച്ചിത്ത പരിഹാര പൂജകൾക്ക് ശേഷം വൈകുന്നേരം 6-ന് ഉത്സവ വിളംബര ഘോഷയാത്ര, രാത്രി 7-ന് തിരുവാതിരക്കളി, കോൽക്കളി, കൈകൊട്ടിക്കളി. അവതരണം ഡോക്ടർ ജയസൂര്യ, തിരുവാതിര സംഘം, കല്ലിങ്കൽ, കുളത്തൂർ. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 1-ാം ദിവസമായ 2025 ഡിസംബർ 26 വെള്ളിയാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, നിർമ്മാല്യ പൂജ, രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാവിലെ 6-ന് മഹാദ്രവ്യാഭിഷേകം, രാവിലെ 6:30-ന് മഹാമൃത്യുഞ്ജയ ഹോമം, രാവിലെ 7-ന് സുദർശന ഹോമം, രാവിലെ 7:30-ന് വിഷ്ണു പൂജ, രാവിലെ 8-ന് പ്രഭാത ഭക്ഷണം, രാവിലെ 8 മണി മുതൽ 11 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയും ശിവപുരാണ പാരായണം, രാവിലെ 8:15-ന് മഹാദേവന് വിശേഷാൽ അഷ്ടോത്തര മഹാദ്രവ്യ കലശം, രാവിലെ 8:30-ന് മാടൻ തമ്പുരാന് കലശപൂജ, രാവിലെ 10-നും 10:30-നും മധ്യേ കഴക്കൂട്ടം വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ തൃക്കൊടിയേറ്റ്. ശിവനുടെ ഡമരുവിൻ ബിന്ദുഭിനാദം കാറ്റായി കടലായി വീശിയടിച്ച് കനകപ്രഭയിൽ തെളിഞ്ഞു നിൽക്കും തേജോരൂപം കണ്ടുവണങ്ങാം, കണ്ടുവണങ്ങാം, കണ്ടുവണങ്ങാം. അറിവിനും അറിവായി പൊരുളിൻ പൊരുളായി നാനാദിക്കിലും ഓങ്കാര ധ്വനി മാറ്റൊലി കൊണ്ടേ സർവചരാചര ശക്തിയ നിന്നുടെ ആദിമനാമം, ആദിമനാമം, ആദിമനാമം. കൈലാസത്തിൽ അമരും ജടാധര ശങ്കരനേ, നിൻ പാദ പൂജയ്ക്കായി നേരുന്നു പൂവളമാല. കൈലാസത്തിൽ അമരും ജടാധര ശങ്കരനേ, നിൻ പാദ പൂജയ്ക്കായി നേരുന്നു പൂവളമാല. ഈ തൃക്കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം അലങ്കരിക്കുന്നത് ക്ഷേത്രതന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ പെരിയമന ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി. സഹകാർമ്മികത്വം അലങ്കരിക്കുന്നത് ക്ഷേത്രമേൽശാന്തി വടക്കൻ പറവൂർ ശ്രീ ബിനോയ് ശാന്തി. രാവിലെ 10-ന് ശ്രീഭൂതബലി, രാവിലെ 10:30-ന് നാഗരൂട്ട്, രാവിലെ 11-ന് വലിയ പടുക്ക, രാവിലെ 11:30-ന് ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12-ന് തൃക്കൊടിയേറ്റ് സദ്യ. ഈ സദ്യയിൽ പങ്കുചേരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവന്റെ തിരുസന്നിധിയിലേക്ക് സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. വൈകുന്നേരം 5-ന് നട തുറക്കൽ, വൈകുന്നേരം 6:15-ന് തമ്പുരാന് പൂജയും 40 വിളക്കും, വൈകുന്നേരം 6:30-ന് മഹാദേവന് അലങ്കാര ദീപാരാധന, വൈകുന്നേരം 6:45-ന് ഭഗവതി സേവ, വൈകുന്നേരം 7-ന് മുളപൂജ, വൈകുന്നേരം 7:15-ന് മാടൻ തമ്പുരാന് പുഷ്പാഭിഷേകം, വൈകുന്നേരം 7:45-ന് മഹാദേവന് പുഷ്പാഭിഷേകം, രാത്രി 8-ന് അത്താഴപൂജ, രാത്രി 8:30-ന് ശ്രീഭൂതബലി, രാത്രി 9-ന് സായാഹ്ന ഭക്ഷണം, വൈകുന്നേരം 7 മണി മുതൽ സാംസ്കാരിക സമ്മേളനവും വിവിധ പുരസ്കാര വിതരണവും.
സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ഡോക്ടർ എ മുഹമ്മദ് കബീർ ചടയമംഗലം, റിട്ടയർഡ് സീനിയർ ലെക്ചർ, ഡയറ്റ്, തിരുവനന്തപുരം. വിശിഷ്ട സാന്നിധ്യം അലങ്കരിക്കുന്നത് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പെരിയമന ഉണ്ണികൃഷ്ണൻ പോറ്റി. വിദ്യാജ്യോതി പുരസ്കാരത്തിന് അർഹരായ ദിയ അജയ്, ഡോട്ടർ ഓഫ് അജയകുമാർ എസ്, പ്ലാനറ്റ് 1, കൈരളി നഗർ, നിയർ FCI. ആവണി സുനിൽ, ഡോട്ടർ ഓഫ് സുനിൽ ആർ, ബിന്ദു വിഹാർ, ശാന്തിനഗർ. നിഖിത ദിനേശ്, ഡോട്ടർ ഓഫ് ദിനേശ് ഭവൻ, നെഹ്റു ജംഗ്ഷൻ. ആദർശ്, സൺ ഓഫ് രാജശേഖരൻ പി, മണക്കാട്ടുവിളാകം, മാടൻകാവ്, വിളയിൽക്കുളം. അദ്വൈത മോഹൻ എസ്, ഡോട്ടർ ഓഫ് സെന്റ് മോഹൻ NB, തൃക്കാർത്തിക ഭവൻ, നെഹ്റു ജംഗ്ഷൻ. കലാജ്യോതി പുരസ്കാരത്തിന് അർഹരായവർ: ദിയ അജയ്, ഡോട്ടർ ഓഫ് അജയ്കുമാർ എസ്, പ്ലാനറ്റ് 1, കൈരളി നഗർ, നിയർ FCI, കഴക്കൂട്ടം. നിഖിത ദിനേശ്, ഡോട്ടർ ഓഫ് ദിനേശ് ഭവൻ, നെഹ്റു ജംഗ്ഷൻ എന്നിവരെ ആദരിക്കുന്നു. രാത്രി 8-ന് വിളയിൽക്കുളം ദേശത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടി നൃത്യങ്ങൾ. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവ ക്ഷേത്രത്തിലെ തിരുത്സവത്തിന്റെ 2ാം ദിവസമായ 2025 ഡിസംബർ 27 ശനിയാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, നിർമാല്യ പൂജ, രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാവിലെ 6-ന് മഹാദ്രവ്യാഭിഷേകം, രാവിലെ 6:30-ന് മഹാമൃത്യുഞ്ജയ ഹോമം, രാവിലെ 7-ന് സുദർശന ഹോമം, രാവിലെ 7:15-ന് മുളപൂജ, രാവിലെ 7:30-ന് വിഷ്ണു പൂജ, രാവിലെ 8-ന് പ്രഭാത ഭക്ഷണം, രാവിലെ 8 മണി മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയും ശിവഹാലാസ്യ പാരായണം. രാവിലെ 8:15 മുതൽ പുള്ളുവൻ പാട്ട്. ഭക്തജനങ്ങളുടെ പേരും നക്ഷത്രവും പറഞ്ഞ് പുള്ളുവൻ പാട്ട് പാടിക്കാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ വന്ന് മുൻകൂട്ടി രസീത് എഴുതേണ്ടതാണ്. രാവിലെ 9:30-ന് ശ്രീഭൂതബലി, രാവിലെ 10-ന് മഹാദേവന് കലശപൂജ, രാവിലെ 10:30-ന് തമ്പുരാന് കലശപൂജ, രാവിലെ 10:45-ന് പൊങ്കാല. പൊങ്കാലയിൽ പങ്കുചേരുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാവിലെ 10:45-ന് നാഗരൂട്ട്, രാവിലെ 11-ന് വലിയ പടുക്ക, രാവിലെ 11:30-ന് പൊങ്കാല നിവേദ്യം, രാവിലെ 11:45-ന് ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12-ന് പൊങ്കാല സദ്യ. സദ്യയിൽ പങ്കുചേരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നാട്ടുകാരെയും ക്ഷേത്രസന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അന്നദാന പ്രഭുവേ ആശ്രയം യാചിച്ചുകൊണ്ടഗതികൾ നിന്നാമം ധ്യാനിക്കുന്നു. അത്താഴ പട്ടിണിക്കാർ തിരുവയ്ക്കത്തെത്തുമ്പോൾ ഒരു പിടി അന്നം നൽകും ഭഗവാനേ. വൈകുന്നേരം 5-ന് നട തുറക്കൽ, വൈകുന്നേരം 6:15-ന് തമ്പുരാന് പൂജയും 41 വിളക്കും, വൈകുന്നേരം 6:30-ന് മഹാദേവന് അലങ്കാര ദീപാരാധന, വൈകുന്നേരം 6:45-ന് ഭഗവതി സേവ, വൈകുന്നേരം 7-ന് മുളപൂജ, വൈകുന്നേരം 7:15-ന് തമ്പുരാന് പുഷ്പാഭിഷേകം, വൈകുന്നേരം 7:45-ന് മഹാദേവന് പുഷ്പാഭിഷേകം, രാത്രി 8-ന് അത്താഴപൂജ, രാത്രി 8:30-ന് ശ്രീഭൂതബലി, രാത്രി 9-ന് സായാഹ്ന ഭക്ഷണം, രാത്രി 9:30-ന് മാടനൂട്ട്. തളിപ്പറമ്പിൽ വാഴും രാജാധിരാജ തളരുമ്പോൾ മനം നൊന്തു വിളിക്കുന്നു ഞാൻ. തടസ്സങ്ങൾ തുടരുമെൻ ജീവിത കർമ്മങ്ങളിൽ തുണക്കേണം നീഗതി ശിവശങ്കര. തിങ്കൾ കല ചൂടും ശിവശംഭോ സർവേശ്വര.
വൈകുന്നേരം 6:30 ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്നത് റിട്ടയർഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കേരള ബഹുമാന്യനായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS. രാത്രി 8 നൃത്തനൃത്യങ്ങൾ. അവതരണം ശ്രീഭദ്ര നൃത്തവിദ്യാലയം, കുളത്തൂർ. കഴക്കൂട്ടം വിളയിൽക്കുളം ശ്രീ മാടൻകാവ് തമ്പുരാൻ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 3-ാം ദിവസമായ 2025 ഡിസംബർ 28 ഞായറാഴ്ച പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ രാവിലെ 5 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, രാവിലെ 5:30 മഹാദ്രവ്യാഭിഷേകം, രാവിലെ 6 മഹാമൃത്യുഞ്ജയ ഹോമം, രാവിലെ 6:30 സുദർശന ഹോമം, രാവിലെ 7 വിഷ്ണു പൂജ, രാവിലെ 7:15 മുളപൂജ, രാവിലെ 7:30 വിഷ്ണു പൂജ, രാവിലെ 8 ശ്രീഭൂതബലി, രാവിലെ 8 പ്രഭാത ഭക്ഷണം, രാവിലെ 8 മണി മുതൽ 11 മണി വരെയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയും ദേവി മഹാത്മ്യ പാരായണം, രാവിലെ 10 മഹാദേവന് കലശപൂജ, രാവിലെ 10:30 തമ്പുരാന് കലശപൂജ, രാവിലെ 10:45 നാഗരൂട്ട്, രാവിലെ 11 വലിയ പടുക്ക, രാവിലെ 11:30 ഉച്ചപൂജ, ഉച്ചയ്ക്ക് 12 എഴുന്നള്ളത്ത് സദ്യ. ഈ സദ്യയിൽ പങ്കുചേരുവാൻ എല്ലാ ഭക്തജനങ്ങളെയും എല്ലാ നാട്ടുകാരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ത്രിനേത്രം പവിത്രം മഹേശം ഏഴകൾക്കാശ്രയം എന്നെന്നുമേകുന്നൊരേറ്റുമാനൂർ മഹാദേവ ഏഴര പൊന്നാന ആനയിച്ചെത്തുന്നൊരാനന്ദമൂർത്തിയെ നമിക്കാം. വൈകുന്നേരം 3 കഴക്കൂട്ടം വിളയിൽക്കുളം പൊന്നുതമ്പുരാന്റെ തിരുരഥ എഴുന്നള്ളത്ത് ഘോഷയാത്രാ മഹോത്സവം.